ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമുക്ക് മാത്സിൻ്റെ ചാപ്റ്റർ 7 ഇൻസൈഡ് നമ്പേഴ്സിൻ്റെ 7th പാർട്ട് നോക്കാം. ഫൈൻഡ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് ഗിവൺ ബിലോ. ഈ താഴെ തന്നിരിക്കുന്നതിൻ്റെയൊക്കെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. 10ൻ്റെ ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. 10ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 വരുമെന്ന് നോക്കണം. 1 10 1 ഇൻറ്റു 10 10 അല്ലേ? അതെ. 2 5 2 ഇൻറ്റു 5 10 അല്ലേ? ഈ ഒരു രണ്ട് രീതി മാത്രമല്ലേ വരുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് 10ൻ്റെ ഫാക്ടേഴ്സ്? 1 2 5 ആൻഡ് 10. നെക്സ്റ്റ് 18ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 6 9 ആൻഡ് 18. എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ അറിയാമല്ലോ. 1 ഇൻറ്റു 18 ആണ്, 2 ഇൻറ്റു 9 18 ആണ്, 3 ഇൻറ്റു 6 18 ആണ്. അങ്ങനെയാണ് നമുക്ക് 18ൻ്റെ ഫാക്ടേഴ്സായിട്ട് 1 2 3 6 9 ആൻഡ് 18 കിട്ടുന്നത്. നെക്സ്റ്റ് ഈസ് 25ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 5 ആൻഡ് 25 അല്ലേ? എങ്ങനെ കിട്ടി? 1 ഇൻറ്റു 25 25 ആണ്, 5 ഇൻറ്റു 5 25 ആണ്. അപ്പോൾ 1ഉം 25ഉം 5ഉം 25ൻ്റെ ഫാക്ടേഴ്സാണ്. 16ൻ്റെ ഫാക്ടേഴ്സാണ് 1 2 4 8 ആൻഡ് 16. 36 കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? 1 ഇൻറ്റു 36, 2 ഇൻറ്റു 18, 4 ഇൻറ്റു 9, 3 ഇൻറ്റു 12 അല്ലേ? ആൻഡ് 1 ഇൻറ്റു 36. അപ്പോൾ 36ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒരെണ്ണം മറന്നുപോയി. 6 ഇൻറ്റു 6ഉം 36 ആണ്. അപ്പോൾ ഫാക്ടേഴ്സ് 1 2 3 4 6 9 12 18 ആൻഡ് 36 are factors of 36. നെക്സ്റ്റ് ഈസ് 13ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1 ഇൻറ്റു 13 13 ആണ്. വേറെ ഏതെങ്കിലും രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13 കിട്ടുമോ? കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ 13ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 ആൻഡ് 13, അതായത് 1ഉം ആ നമ്പർ ഇറ്റ്സെൽഫുമാണ് 13ൻ്റെ ഫാക്ടേഴ്സ്. റഹീം ഹാസ് 28 pens. He wants to pack them with the same number of pens in all packets. In what all ways can he do it? റഹീമിൻ്റെ കയ്യിൽ 28 പെൻസ് ഉണ്ട്. അവനത് ഈക്വൽ നമ്പറായിട്ട് ഓരോ പാക്കറ്റിലായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ തരത്തിൽ റഹീമിന് ഈ 28 പെൻസ് പാക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിച്ചേക്കുന്നത്. 28ൻ്റെ ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യാം. 1 ഇൻറ്റു 28 28 ആണ്. 2 ഇൻറ്റു 14ഉം 28 ആണ്. പിന്നെയോ 4 ഇൻറ്റു 7ഉം 28 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പാക്ക് ചെയ്യാം? ഒറ്റ പാക്കറ്റിലായിട്ട് 28 എണ്ണം വരത്തക്ക രീതിയിൽ പാക്ക് ചെയ്യാം. അല്ലെങ്കിൽ 2 എണ്ണം വീതമുള്ള 14 പാക്കറ്റായിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. അല്ലെങ്കിലോ 14 എണ്ണം വീതമുള്ള 2 പാക്കറ്റായിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. 4 എണ്ണം വീതമുള്ള 7 പാക്കറ്റാക്കാം. അല്ലെങ്കിൽ 7 എണ്ണം വീതമുള്ള 4 പാക്കറ്റായിട്ടും നമുക്കിതിനെ പാക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് 28 പെൻസിനെ പാക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. There are 30 students in a class. For physical training, they are asked to stand in rows. The same number of students in all rows. In what all ways can this be done? ഒരു ക്ലാസ്സിൽ ടോട്ടൽ 30 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. ഫിസിക്കൽ ട്രെയിനിങ് PT ക്ലാസ്സിന് വേണ്ടിയിട്ട് അവരെ എല്ലാവരോടും റോയിലായിട്ട് ഓരോ നിരയായിട്ട് നിൽക്കാനായിട്ട് ഇങ്ങനെ PT സാറ് പറഞ്ഞു. അപ്പോൾ ഓരോ നിരയിലും ഈക്വൽ നമ്പർ ഓഫ് കുട്ടികൾ തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ എത്ര രീതിയിൽ ഈ 30 കുട്ടികളെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ 30യുടെ ഫാക്ടേഴ്സിനെ കണ്ടെത്തും. 1 ഇൻറ്റു 30 30 ആണ്,
2 ഇൻറ്റു 15 30 ആണ്, 3 ഇൻറ്റു 10 30 ആണ്, 5 ഇൻറ്റു 6 30 ആണ്. 1 ഇൻറ്റു 30, അതായത് ഒരു റോയിൽ 30 കുട്ടികളെ ഇങ്ങനെ നിരത്തി അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ഒരു വേയിൽ നമുക്ക് നിർത്താം. അടുത്തത് നോക്കൂ, 2 ഇൻറ്റു 15 30 ആണ്. 2 റോയിലായിട്ട് ആദ്യത്തെ റോയിലൊരു 15 കുട്ടികൾ, അതിൻ്റെ തൊട്ട് താഴെയുള്ള റോയിലൊരു 15 കുട്ടികൾ, അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. തിരിച്ച് 2 കുട്ടികൾ വീതമുള്ള 15 റോ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. ആദ്യത്തെ റോയിൽ 2, പിന്നെ അതിൻ്റെ പുറകിൽ 2 2 2 2 2, അങ്ങനെ 15 റോ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. 3 ഇൻറ്റു 2 10 30 ആണ്. അതായത് 10 കുട്ടികൾ വീതമുള്ള 3 റോ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. സെയിം തിങ് തന്നെ 3 പേരുള്ള 10 റോ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. 3 പേര്, അതിൻ്റെ പുറകെ 3 പേര്, അങ്ങനെ 10 റോയിൽ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് 30 തന്നെയല്ലേ കിട്ടുന്നത്. അടുത്തത് 5 ഇൻറ്റു 6 30 ആണ്. അതായത് 5 കുട്ടികളെ ഇങ്ങനെ ആദ്യത്തെ റോയിൽ നിർത്തും, അതിൻ്റെ പുറകിൽ 5, അതിൻ്റെ പുറകിൽ 5, അങ്ങനെ 6 റോയിലായിട്ട് 30 കുട്ടികളെ നിർത്താം. തിരിച്ച് 6 കുട്ടികളെ ഒരു വരിയിൽ നിർത്തിയിട്ട് അങ്ങനെ 5 വരികളിലായിട്ടും ഈ 30 കുട്ടികളെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം മനസ്സിലായോ എങ്ങനെയാണ് ഒരു 30 കുട്ടികളെ ഓരോ വരിയിലും ഒരേ ഈക്വൽ നമ്പർ ഓഫ് കുട്ടികളെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ. Jinsi has 42 cubes of same size. She wants to put them in stacks, all stacks of the same height. In what all ways can she do this? ജിൻസിയുടെ കയ്യിൽ 42 സ്മോൾ ക്യൂബ്സ് ഉണ്ട്. ചെറിയ ക്യൂബില്ലേ, ആ ചെറിയ ക്യൂബ് ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 42 ഉണ്ട്. എന്താ അവൾക്ക് ചെയ്യേണ്ടത്? ഷീ വോണ്ട്സ് ടു പുട്ട് ദം ഇൻ സ്റ്റാക്സ്. അവൾക്ക് അതിനിങ്ങനെ അറേഞ്ച്, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ കട്ട കെട്ടി പൊക്കത്തില്ലേ, അതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? എല്ലാ കട്ടകളും ഒരേ ലെങ്ത് ആയിരിക്കണം. അതായത് 42 ക്യൂബ്സ് ഉണ്ട്. ആ 42 ക്യൂബ്സിനെ ഓരോ സ്റ്റാക്കായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യണം. ആ സ്റ്റാക്കിനെല്ലാം ഒരേ ലെങ്ത് ആയിരിക്കണം. എന്താണ്? സെയിം 42ൻ്റെ നമ്മൾ ഫാക്ടേഴ്സ് കണ്ടെത്തുന്നു. 2 ഇൻറ്റു 21 42 ആണ്. അതായത് 21 ചെറിയ ക്യൂബ് ഇങ്ങനെ ഓരോന്നിൻ്റെ മണ്ടയ്ക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുന്നു. അതിൻ്റെ ഇപ്പുറത്തും ഒരു 21 ക്യൂബ് അടുക്കി വെക്കുന്നു. അപ്പോൾ ഈ 2 സ്റ്റാക്ക് ഇങ്ങനെ 21 എണ്ണം ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായി അടുക്കി വെച്ചേക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 21 എണ്ണമുള്ള ഒരു സ്റ്റാക്ക്, അതിൻ്റെ തൊട്ടപ്പുറത്ത് 21 എണ്ണമുള്ള വേറൊരു സ്റ്റാക്ക്, ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. തിരിച്ചും അറേഞ്ച് ചെയ്യാം. 2 എണ്ണം വീതമുള്ള 21 സ്റ്റാക്സ് ആയിട്ടും നമുക്കിതിനെ അറേഞ്ച് ചെയ്യാം. അടുത്തത് 14 എണ്ണം വീതമുള്ള 3 സ്റ്റോക്കായിട്ട് അറേഞ്ച് ചെയ്യാം. ഒരു സ്റ്റോക്കിൽ 14 എണ്ണം, അടുത്തതിലും 14, അടുത്തതിലും 14. തിരിച്ച് 3 എണ്ണം വീതമുള്ള 14 സ്റ്റോക്സ് ആയിട്ടും അറേഞ്ച് ചെയ്യാം. അടുത്തത് 6 എണ്ണം വീതമുള്ള 7 സ്റ്റോക്കായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒരെണ്ണത്തിനകത്ത് 6 ക്യൂബ്, അങ്ങനെ 7 സ്റ്റോക്സ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ 7 എണ്ണം വീതമുള്ള 6 സ്റ്റോക്സ് ആയിട്ടും നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.